ഞാൻ ജോലിക്ക് പോവാത്തത് മടിയായിട്ടല്ല. 80K സാലറിയുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ ക്രോർസ് ആൻഡ് ക്രോസ് ആനുവൽ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്. ഇതീ കുറഞ്ഞത് ഒന്നും തന്നെ സ്വപ്നം കാണാൻ നീ എന്നെ നിർബന്ധിക്കരുത്. അതാവുമ്പോ ആരുടെ മുന്നിലും തലകുണിക്കണ്ടല്ലോ. ദേ ഇന്ന് തന്നെ നമ്മുടെ ബാങ്ക് മാനേജർ വിളിച്ചോണ്ടിരിക്കുക, എത്ര ലക്ഷം വേണമെങ്കിലും ലോൺ തരാന്നിട്ട് പുറകെ നടക്കുക. അത് നടന്നോട്ടെ, നീ കണ്ടോ? ആ ഓറഞ്ച് നെല്ലിക്ക. ഇതൊക്കെ കുറെ കേട്ടിട്ടുള്ളതാ. ആദ്യം ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുന്ന ഒന്ന് നിർത്ത്. ഇത് എപ്പോഴത്തെയും പോലെ അല്ല. എനിക്ക് തിരിച്ചു കയറാൻ സമയമായി. വൈകിട്ട് എന്താ നിന്റെ പരിപാടി? വൈകിട്ട് ഞാൻ കുറച്ച് ബിസിയാ. നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ഞാൻ പിള്ളേരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക. അവരെ പോയി ഒന്ന് മീറ്റ് ചെയ്യണം. ഏത് പിള്ളേര്? അതൊക്കെ ഉണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഉള്ളത് പറയാലോ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ചേട്ടാ ബിൽ കാർഡാണോ ക്യാഷാണോ? താങ്ക് യു. അതെ, ഒരു വഴിക്ക് പോവില്ലേ? 2000 ഉണ്ടാവും തരാൻ. നാണമില്ലല്ലോ. എന്തിന്? പപ്പടം ഇല്ലേ? കാച്ചിട്ടില്ല. പോയി കാച്ചിട്ട് വന്നാ പിന്നെ പോ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ, പപ്പടം. അതുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും. ഹലോ എടാ തെണ്ടി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ആ നയന തുടരെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലാടാ ആത്മാർത്ഥ സുഹൃത്തിന്റെ വില. ഇനി നിനക്ക് ഒന്നല്ല 10 റിസോർട്ട് വാങ്ങിക്കാം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പെണ്ണാവുള്ളൂ. പക്ഷെ കെട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നുള്ളൂ. വിട്ടോണം വല്ല അമേരിക്കയിലൊക്കെ ആസ്ട്രേലിയൊക്കെ വല്ലോ. ഇല്ലെങ്കിൽ ആ വിദ്യയുടെ പിച്ചാത്ത തുമ്പി നീ തീരും. അവന്റെ ഒരു നയന അപ്പോൾ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പാർട്ട്നേഴ്സിന് തപ്പാനോ റിസോർട്ട് വാങ്ങാനോ അല്ലേ, അല്ലാതെ എനിക്ക് മാമാപ്പണി ചെയ്യാനല്ല. അല്ലെങ്കിൽ നല്ലത് നായൊക്കെ ചേരില്ലെന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. 10 പൈസയുടെ ഗതിയില്ലവന്, എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യാൻ നടക്കണം. എടാ നിനക്കൊക്കെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും? പോട്ടെ, നിന്റെ അമ്മയെങ്കിലും ഒരു ലോണിന് വേണ്ടി ഗ്യാരണ്ടി ആയിക്കോ? ഇല്ല. ഗ്യാരണ്ടർ ഞാനാണെങ്കിൽ 90% ലോണ് തരാന്ന് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. 2.5 കോടി തരാന്ന് പറഞ്ഞു. 2.5 കോടിയല്ലടാ, 2.5 ലക്ഷം. 2.5 ലക്ഷം എന്തിന്? എടാ ഒരു ഓട്ടോ മേടിക്കാൻ. ഓട്ടോയോ? ആർക്ക്? നിനക്ക് തന്നെ. എടാ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിനക്ക് നാണക്കേടാണെങ്കിൽ ഈ പരിസരം വിട്ട് രാത്രി വേറെ എവിടെയെങ്കിലും പോയി ഓടിച്ചോ മോനെ. അമ്മ അതിന് കടക്കുന്നു. എത്രയോ ബാല്യക്കാർ ഓട്ടോ ഓടിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. പിന്നല്ല, എന്ത് പറഞ്ഞാലും അവൻ ഓരോരോ ന്യായങ്ങൾ. ಹಲೋ ಅಣ್ಣ, ನಾನು ರುದ್ರ ಅಂತ. ರುದ್ರಯ್ಯ, ಅವತ್ತು ಮೈಸೂರು ಬಸ್ಸಲ್ಲಿ ಪರಿಚಯ ಮಾಡಿಟ್ಟಿಲ್ವಾ? ನಾಪ್ಕೆಯಲ್ಲಿ ಅಣ್ಣ. ಹಾ ಹೌದು ಬಸ್ಸಲ್ಲಿ. ನೂರಲ್ಲಿ ಏನಾದ್ರೂ ಕೆಲಸ ಕಡಕು ಬಾ. ಇಲ್ಲಿ ಸೋಲಿ ಕೂಲಿಯೂ ಎದೂ ಇಲ್ಲ. ನಿಮ್ಮನ ಕಂಡು ನಲ್ಲೋಣ തോന്നി അതാ വിളിച്ചു. എന്റെ അണ്ണ എനിക്കേ ഗേൾസ് ഇല്ല, പിന്നെ ഞാനെങ്ങനെ? ಅಣ್ಣ ಯಾವತ್ತಾದ್ರೂ ಒಂದು ಸೋಲಿ ಮಾಡಿ. എന്തെങ്കിലും വരുമ്പോ ഞാൻ വിളിക്കാം. അതെ അതെ നിന്ന് നടക്കല്ലേ. നാളെ മുതൽ സിദ്ധാർത്ഥൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. നീ ഒന്ന് പോടാ, കുറെ കേട്ട് ഞാനിത്. ഈ പാതിരാത്രിയിൽ വെറുതെ വിളിച്ച് വെറുപ്പിക്കുന്നു ആര്? പൈസ വന്നല്ലോ. താങ്ക്സ് ഡിയർ. ഉളുപ്പുണ്ടോടാ മരപ്പട്ടി? ലവ് യു ടു. സംശയിക്കണ്ട, പഴയ ആള് തന്നെ.
ഇക്ക മോനെ സിദ്ധു രക്ഷപ്പെട്ടല്ലേ ഇക്ക? ഒരു വിധം ഗ്രിപ്പായി വരുന്നു മോനെ. ബിസിനസ് ഒക്കെ ഒന്ന് പച്ച പിടിക്കാൻ തുടങ്ങി. ഓ, ഒരു വിധമൊന്നല്ലിക്ക. വാച്ച്, മോതിരം, വെള്ളച്ചെരുപ്പ്, കാറ്, ലക്ഷപ്രഭു അല്ലേ? ലക്ഷങ്ങളുടെ കളിയൊന്നും ഇല്ല മോനെ. ആ. Only crores. കൊല്ലത്തുള്ള ഫാമിലിയിലെ കൊച്ചാപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഓ. എക്സ്പോർട്ടിംഗ് ബിസിനസ് ആണ്. ഓ, ഞാനും കൂടെ കൂടി. പിന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മ റിട്ടയർ ആയോ? ഇല്ലിക്ക, 2-3 വർഷം കൂടെ ഉണ്ട്. അതിനുള്ളിൽ രക്ഷപ്പെടണം ഇക്ക, അല്ലെങ്കിൽ ലോക അതെ, തോൽവിയായി തോറ്റുപോകും. അത് ആ ചിന്ത വന്ന് നിനക്ക് വളരെ നല്ല കാര്യമാണ്. താങ്ക് യു. ഓരോരോ ശൈലി അത് വിട്. അതെ ഇക്ക, നമുക്കേ തൊട്ടടുത്ത് ഇവിടെ നല്ല മട്ടൻ കിട്ടുന്ന കുഞ്ഞു കടയുണ്ട്, അങ്ങോട്ട് പോയാലോ? ചെറിയ കടകളുടെ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. ആ. നീ വാ, എന്റെ സ്വന്തം ജീപ്പിലോട്ട് കയറിയിരുന്നാട്ടെ. ആ, ഒരു മിനിറ്റേ. ഹൈ, ഇതെന്താണ് ഒരുമാതിരി ബോറൻ ഫാമിലി മാൻമാരെ പോലെ സഞ്ചിയും കുപ്പിയും പാട്ടയും ഒക്കെ ആയിട്ട്? വാ. അത് വീട്ടിലേക്കാ. കൊറേ നേരം ആയല്ലോ, ഫോൺ വരുന്നു, കട്ട് ചെയ്യുന്നു. ഡേ സിദ്ധു, നിന്റെ പഴയ ചുറ്റിക്കളിയൊന്നും ഇതിനായിട്ട് മാറിയിട്ടില്ലേ? നീ ഫോൺ എടുക്കടാ. നീ എന്തിനാ എന്നെ മറയ്ക്കുന്നത്? ഇതൊന്നുമല്ല ഇക്ക, ഇതൊരുത്തൻ ജോലിക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ജോലിയും കൂലിയില്ലാതെ ഞാൻ എങ്ങനെ അവന് ജോലി ഒപ്പിച്ചു കൊടുക്കാനാ? ഒരുത്തനാ അതാ ഒരുത്തിയാ? ഒന്ന് പോയിക്ക. ഇത് മൈസൂരിൽ നിന്ന് വരുന്ന വഴി ബസ് നിന്ന് പരിചയപ്പെട്ട ഒരുത്തൻ. ഓ, അത്തരം ഏണികളെയൊക്കെ അപ്പ ഒഴിവാക്കി കളയണം, ഇല്ലെങ്കിൽ തൊല്ലയാ. നീ അടുത്ത പ്രാവശ്യം വരുമ്പോ ഫോൺ എടുക്ക്, ഞാൻ റെഡിയാക്കി തരാം. അത് വിട്ട് കളക്ക കടി. എടാ, നോ പറയേണ്ടടുത്ത് നോ പറയാൻ അറിയാത്തതാണ് ഏറ്റവും വലിയ പരാജയം. ഇത് ഞാൻ പറഞ്ഞല്ല, വിവരമുള്ള ആൾക്കാർ പറഞ്ഞ. ദാ പിന്നെയും വന്നു. നീ ഫോൺ എടുക്ക്, എന്നിട്ട് ഞാൻ പറയുന്ന പോലെ പറ. ആണോ? ಸ್ಪೀಕರ್ಲಿಡು, ನೀ ಸ್ಪೀಕರ್ಲಿಡು. ಹಲೋ ಹಲೋ ಅಣ್ಣ, ದಯವು ಸಂಜೆ ಕಾಲ್ ಕಟ್ ಮಾಡಾದೆ. ನಾನು ಸೋಲಿಕಾಗಿ ಎಲ್ಲ ಕಾಲ್ ಮಾಡಿയത്. ಒಂದು ಸಹಾಯ ಮಾಡಿ ಕೊಡ್ಕುವ. സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നീ എന്ന് പറ. നിന്റെ പേരെന്താ പറഞ്ഞേ? ರುದ್ರ ಅಣ್ಣ, ನಾನು പേര് ರುದ್ರ. ആ, രുദ്ര, നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. ಸ್ವಲ್ಪ ನಾ ಹೇಳೋದು ಒಂದು ಕೇಳ್ಕುವ. ഹേയ്, നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ಅಣ್ಣ, നിങ്ങൾ ಯಾರಾದ್ರೂ പറയില്ലെങ്കിൽ ಒಂದು ರಹಸ್ಯ ಹೇಳ್ತೀವಿ. എന്താന്ന് വെച്ചാ പറ. ಅದು ನಮ್ಮೂರടുത്ത് ದೇವಸ್ಥಾನ കുഴി തോണ്ടുമ്പോ ನನಗೂ കുറച്ച് ಚಿನ್ನ കിട്ടി. ചിന്നയോ? ಸ್ವರ್ಣ ಅಣ್ಣ, ಸ್ವರ್ಣ. അതെങ്ങനെയാലും ഒന്ന് ಬಿಟ್ಟು തരാവോ? സ്വർണ്ണ വിറ്റ് തരാനാ? എനിക്ക് ആ പരിപാടിയൊന്നുമില്ല, നീ വേറെ ആരെങ്കിലും നോക്ക്. നീ അങ്ങോട്ട് വിളിക്കാന്ന് പറ. ನನಗೆ രുദ്ര, ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. ಸರಿನಾ?